റീത്തയെ കെണിയിൽ കുടുക്കി പുറത്താക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റീത്തകളുടെ ചതിക്ക് നേരെ അലീന പൊരുതാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കാഴ്ചയാണ്. അലീന മനസ്സിൽ ധൈര്യം സംഭരിക്കുകയാണ് റീത്തയോട് പൊരുതാനായിട്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അത്രയും ക്രൂരതകൾ സ്റ്റാലിനോട് റീത്ത ചെയ്തിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റാലിൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ റീത്തയാണ് എന്ന് കാണാം. റീത്തയാണ് സന്തോഷമുള്ള സ്റ്റാലിനെ ഒരു വലിയ ദുഃഖത്തിലേക്ക്, കൂടാതെ തന്നെ കൂടെ നിന്നവരെയെല്ലാം പിരിച്ച് സ്റ്റാലിനെ മാത്രം ഒറ്റപ്പെട്ട ഒരു ജീവിതം റീത്ത കാരണമാണ് പപ്പ നയിക്കേണ്ടി വന്നത് എന്നുള്ളൊരു ബോധ്യം അലീനയ്ക്ക് ഉണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ റീത്ത എന്ന ഭൂതത്തിൽ നിന്നും തൻ്റെ പപ്പയുടെ ജീവിതം തിരികെ നേടിയെടുക്കണമെന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ പടപൊരുതാനായിട്ട് ഇറങ്ങുകയാണ് എന്ന് കാണാം. അതിനു മുമ്പ് തന്നെ റീത്തയാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് തൻ്റെ പക്ഷത്ത് നിർത്താനായിട്ട്, തൻ്റെ പക്ഷത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാം. അതായത് നമ്മുടെ റൂബി, കൂടാതെ തന്നെ ഔതക്കുട്ടി, എല്ലാവരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് തന്നെ രക്തം കുടിക്കാനായിട്ട് റീത്ത തയ്യാറായി നിൽക്കുകയാണ്. അവിടെ അവർക്കെല്ലാവർക്കും വെല്ലുവിളിയായി നിൽക്കുന്നത് അലീന മാത്രമാണെന്ന് കാണാം. ഇന്നത്തെ കഥയിൽ റോബിയാണെങ്കിൽ അപ്പനോട് ചോദിക്കുകയാണ്, എന്തിനാപ്പാ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ മോനെ, അവൻ്റെ മകള് തന്നെയാണ് അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾക്കാണ് നഷ്ടമെന്ന് പറയുന്നു. അവളൊരു നിധിയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. എന്താ അപ്പച്ചൻ ഈ പറഞ്ഞു വരുന്നത്? നിധിയോ? അതെങ്ങനെയാവുന്നേ? അപ്പച്ചൻ അവളുടെ കൂടെ ചെന്നിട്ട് കറങ്ങി നടക്കുകയാണ് എന്നൊക്കെയാണല്ലോ ആ റീത്ത വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവളെ കണ്ടാൽ ആരും ദേഷ്യമൊന്നും കാണിക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. അവളെ ഒരു തവണ കണ്ടാൽ വെറുക്കുക പോലുമില്ല എന്ന് നമ്മുടെ ഔതക്കുട്ടി റൂബിനോട് പറയുകയാണ്. ഇതേ സമയം അതെന്താ അപ്പൻ ദേഷ്യം കാണിക്കാൻ പോയിട്ട് അവളുടെ മുൻപിൽ മുട്ടുമടക്കിയത് എന്ന് ചോദിക്കുമ്പോൾ കഥകൾ ഓരോന്നായി റൂബിനോട് പറയുന്നുണ്ട് നമ്മുടെ ഔതക്കുട്ടി. താൻ അവളെ ഓടിക്കാനും അവളെ പറപ്പിക്കാനും തന്നെയാണ് അവിടേക്ക് ചെന്ന് കയറിയത്. പക്ഷേ തൻ്റെ തീരുമാനം അവളുടെ മുഖം കണ്ടതോടെ മാറ്റേണ്ടി വന്നു എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതെന്താ അപ്പച്ച അങ്ങനെ പെട്ടെന്ന് തീരുമാനം മാറ്റേണ്ടി വന്നത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് റൂബി തിരക്കുന്നു. അവളുടെ മുഖം കണ്ടാൽ പിന്നെ നമുക്ക് യാതൊരു തീരുമാനവും എടുക്കാൻ തോന്നില്ല. അവളോട് ദേഷ്യപ്പെടാനായിട്ട് തോന്നില്ല എന്ന് പറയുന്നു. അത്രമാത്രം എന്താണ് അവളുടെ മുഖത്തിന് ഇത്ര പ്രത്യേകത എന്ന് റൂബി ചോദിക്കുന്നു. അത് നീക്ക് തിരിച്ചറിയണമെങ്കിൽ നീ നിൻ്റെ ചേട്ടൻ്റെ ബംഗ്ലാവിലേക്ക് ചെല്ലൂ. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു. തുടർന്ന് റീത്ത, അവരൊരു നാശം പിടിച്ച സ്ത്രീയാണെന്ന് നിനക്കറിയാവുന്നതല്ലേ റൂബി? അവർ പറയുന്നതൊക്കെ കേട്ടാൽ നിൻ്റെ ജീവിതമായിരിക്കും പോകാനായിട്ട് പോകുന്നത്. അവരെപ്പോലെ ഒരു ദുഷിപ്പ് നിറഞ്ഞ സ്ത്രീ വേറെ ഈ ഭൂമിയിലില്ല എന്നും നമ്മുടെ ഔതക്കുട്ടി പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊന്നും നീ അത്ര വിലക്കെടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അവരല്ലല്ലോ സ്റ്റാലിൻ്റെ ഭാര്യയും, അവരല്ലല്ലോ സ്റ്റാലിൻ്റെ ബന്ധുക്കളും എന്ന് ചോദിക്കുന്നു. സ്റ്റാലിൻ്റെ ഭാര്യയുടെ അനുജത്തി എന്നതിലുപരി അവരും നമ്മളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അധികം അവരുമായിട്ട്
അവർ പറയുന്നതുമായിട്ട് നമ്മൾ നിൽക്കാനായിട്ട് നിൽക്കേണ്ട. അവർ ഒരു സ്ത്രീ തന്നെയാണ്, പക്ഷേ അവരുടെ മനസ്സിൽ ഒരുപാട് ദുഷ്ടതയും കുടിലതയും ഉണ്ട് എന്ന് ഔതക്കുട്ടി പറയുന്നു. അത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതൊക്കെ ശരിയാണപ്പാ, പക്ഷേ ചേട്ടായി ചെയ്തത് ശരിയാണെന്ന് അപ്പന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എടാ അവൻ ചെയ്തതിൽ യാതൊരു ശരികേടുമില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ അവിടെ പോയി ആ പെൺകുട്ടിയെ ഒരു തവണ കാണ്, അപ്പോൾ നിനക്ക് മനസ്സിലാകും അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അവളെ ഇറക്കി വിടണോ ഓടിച്ചു വിടണോ എന്നൊക്കെ. അവളുടെ മുഖം കണ്ടാൽ നീ എന്തായാലും പിന്നെ അവളോടൊന്ന് ദേഷ്യപ്പെടുക പോലുമില്ല എന്ന് ഔതക്കുട്ടി നമ്മുടെ റോബിനോട് പറയുകയാണ്. ഇവിടെ ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റീത്താമ്മ ഒരുപാട് കള്ളത്തരവും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ സ്റ്റാലിനും അറിയാം, ഔതക്കുട്ടിക്കും അറിയാം, കൂടാതെ തന്നെ ഇപ്പോൾ അലീനയ്ക്കും അറിയാമെന്ന് കാണാൻ കഴിയൂട്ടോ. കാരണം അലീനയുടെ അടുത്ത് ഔതക്കുട്ടി എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും അലീന റീത്തയുടെ കള്ളത്തരങ്ങളെയും റീത്തയുടെ ചതികളെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് അവർക്ക് പണത്തോട് ആർത്തിയാടുന്ന വല്യപ്പച്ചൻ പറഞ്ഞത് കേട്ട അലീനയാണെങ്കിൽ ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ആ മുന്നൊരുക്കങ്ങളിൽ നമ്മുടെ റീത്ത ചെന്ന് ചാടുകയാണ് എന്നും കാണാനായിട്ട് കഴിയും. ഒടുവിൽ ആ കെണിയിൽ നിന്നും കയറാൻ പറ്റാത്ത വിധം റീത്തയെ എല്ലാവരുടെയും മുൻപിലിട്ട് അപമാനിക്കുകയും നാണം കെടുത്തുകയും തെളിവുകളോടെ സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന അലീനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന റീത്തയ്ക്ക് ഒരു തിരിച്ചടി നൽകുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് തൻ്റെ പപ്പയെ ഇത്രയും വേദനിപ്പിച്ചതിനാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഒടുവിൽ റീത്ത പേടിച്ച് പോവുകയാണെന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്. അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് കൂട്ടുകാർ.